എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 31ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മില്ലറ്റുകളെ കുറിച്ചും അവയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മില്ലറ്റുകൾ കഴിക്കൂ എന്നാണ് ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് മില്ലറ്റുകൾ ലിമിറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കേണ്ട തൈറോയിഡ് രോഗികളെ കുറിച്ചാണ്. ചില മില്ലറ്റുകൾ തൈറോയിഡ് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാജ്ര, കമ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പേൾ മില്ലറ്റ് ആണ്. ഇതിൽ കൂടിയ അളവിൽ ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ കൂടിയ അളവിൽ കഴിച്ചാലോ ദിവസവും കഴിച്ചാലോ ഒക്കെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ മാത്രമല്ല, റാഗിയിലും തിനയിലും കോഡോ മില്ലറ്റിനുമെല്ലാം ചെറിയ അളവിൽ ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മില്ലറ്റുകൾ എപ്പോഴും ലിമിറ്റ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും തൈറോയിഡ് പേഷ്യൻസിന് നല്ലത്. ഇനി തൈറോയിഡ് രോഗികൾ മില്ലറ്റുകൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇവയിലെ ഗോയിട്രോജൻസിന്റെ അളവ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഇത് നന്നായി പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. നന്നായി പാകം ചെയ്യുന്ന സമയത്ത് ഇവയിലെ മിക്ക ഗോയിട്രോജൻസും നശിച്ചു പോവുകയും അതുവഴി ഗോയിട്രോജൻസിന്റെ അളവ് കുറയുകയും ചെയ്യും. ഇനി രണ്ടാമതായിട്ട് ഇത് ഫെർമെന്റ് ചെയ്യുക അല്ലെങ്കിൽ പുളിപ്പിച്ച് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ മില്ലറ്റുകൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം അരച്ച് എടുത്തിട്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്നത്. ഈ മാവ് പുളിപ്പിച്ച ശേഷമാണ് നമ്മൾ ദോശയായിട്ട് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇതിലെ ഗോയിട്രോജൻസിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. മൂന്നാമതായിട്ട് മുളപ്പിച്ച് കഴിക്കുക എന്നുള്ളതാണ്. മുള വരുന്ന സമയത്ത് ഇതിലെ മിക്ക ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും അളവ് വളരെ കുറഞ്ഞു വരും. അതോടൊപ്പം ഗോയിട്രോജൻസിന്റെ അളവും കുറയും. നാലാമതായിട്ട് ഇത് അയഡിൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ കൂടെ ചേർത്ത് കഴിക്കുക എന്നുള്ളതാണ്. അയഡിൻ ശരീരത്തിൽ കുറഞ്ഞു വരുന്ന സമയത്താണ് ഗോയിട്രോജൻസ് കൂടുതൽ എഫക്റ്റ് ബോഡിയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മില്ലറ്റ് കഴിക്കുന്ന സമയത്ത് അയഡിൻ കൂടുതലുള്ള അയഡിൻ ചേർത്ത ഉപ്പോ മീനോ മുട്ടയോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗോയിട്രോജൻസിന്റെ എഫക്റ്റ് ശരീരത്തിൽ കുറഞ്ഞു കിട്ടും. മില്ലറ്റുകൾ കഴിക്കുന്ന തൈറോയിഡ് രോഗികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മില്ലറ്റുകൾ കഴിക്കാം. ഇനി അത് മാത്രമല്ല, തൈറോയിഡ് മരുന്നുകൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതും മില്ലറ്റുകൾ തടയുന്നു എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗോയിട്രോജനിക് കോമ്പൗണ്ട്സും ഹൈ ഫൈബർ കണ്ടന്റും ടാനിൻസും ഫൈറ്റിക് ആസിഡും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെറും വയറ്റിൽ തൈറോയിഡ് മരുന്ന് എടുത്ത ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞ് മാത്രം മില്ലറ്റുകൾ കഴിക്കാനായിട്ട് നോക്കുക. ഇനി കുറച്ചുകൂടി സേഫ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മില്ലറ്റുകൾ ഒഴിവാക്കിയിട്ട് ലഞ്ചിനോ ഡിന്നറിനോ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. സോ ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഗുണകരമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു, 45 മിനിറ്റ് എക്സസൈസ് ചെയ്തു, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ചെറുപയർ പുഴുങ്ങിയതും 2 പുഴുങ്ങിയ മുട്ടയും 1 കഷ്ണം ഏത്തപ്പഴവുമാണ്. 11 മണിക്ക് വിശന്നപ്പോൾ കുറച്ച് നിലക്കടല കഴിച്ചു. ഉച്ചയ്ക്ക് 2 ചപ്പാത്തിയും ചെറുപയറിന്റെ കറിയും കഴിച്ചു. വൈകിട്ട് 1 കഷ്ണം റൊട്ടിയും 1 പീസ് അൽഫാമും കഴിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.